പരിസ്ഥിതി സൗഹൃദ കൃഷിയിലൂടെ വിജയഗാഥ രചിച്ച കൊല്ലങ്കോട്ടെ മാതക്കോട് പാടശേഖര സമിതിക്ക് സംസ്ഥാന നെൽക്കതിർ അവാർഡിന്റെ പൊൻതിളക്കം. 3 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരം കർഷക ദിനമായ 17-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കൊല്ലങ്കോട് കൃഷിഭവന്റെ കീഴിലുള്ള 150 ഏക്കർ വയലിലാണ് പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളുമായി പാടശേഖര കൂട്ടായ്മ മുന്നോട്ടു പോകുന്നത്. 132 ഏക്കറിൽ നെൽകൃഷിയും 18 ഏക്കറിൽ ഇതര വിളകളുമാണ് മാതക്കോട് കൃഷി ചെയ്തിട്ടുള്ളത്. രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 1-ാം വിളയിൽ നെൽവിത്തിനോടൊപ്പം ഡാംബോൽക്കർ കൃഷിരീതിയിൽ പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുകൾ എന്നിവ വിതച്ചു. ഇതുവഴി നൈട്രജൻ വളങ്ങളുടെ ഉപയോഗം കുറച്ചു. കൂടാതെ പാടവരമ്പുകളിൽ ചെണ്ടുമല്ലി, തുളസി, പയർ, തുവര, വെണ്ട എന്നിവ വച്ചുപിടിപ്പിച്ച് മിത്രപ്രാണികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ശത്രുകീടങ്ങളെ തുരത്തുന്ന ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് കൃഷിരീതി നടപ്പാക്കി. RSGP പദ്ധതി പ്രകാരം 25 ഏക്കറിൽ വിത്തുൽപാദനം നടത്തി. ശാസ്ത്രീയ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ അധിഷ്ഠിത വളപ്രയോഗവും നടത്തി. തമിഴ്നാട് കാർഷിക യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത PPFM ലായനി പ്രയോഗിച്ച് വരൾച്ചയെ നേരിട്ടു. വിരിപ്പ് കൃഷിയിൽ മാതക്കോട്ടെ 70 കർഷകരിൽ നിന്നായി 1.44 ലക്ഷം കിലോയും, മുണ്ടകൻ കൃഷിയിൽ 60 കർഷകരിൽ നിന്നായി 1.14 ലക്ഷം കിലോയും നെല്ലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകിയത്. 1 ലക്ഷം കിലോയോളം പൊതുവിപണിയിലും വിറ്റഴിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്കനുസരിച്ച് ഹെക്ടറിന് 5500 കിലോയാണ് ഇവിടത്തെ ഉൽപാദനം. മാതക്കോട് GAP റൈസ് എന്ന പേരിൽ കുത്തരിയും മട്ട അവിലും വിപണിയിലെത്തിച്ചു. പ്രസിഡന്റ് മോഹനന്റെയും സെക്രട്ടറി P ജയപ്രകാശിന്റെയും നേതൃത്വത്തിലുള്ള മാതക്കോട്ടുകാർക്ക് കൈത്താങ്ങായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ, കൃഷി ഓഫീസർ M രാഹുൽ രാജ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ R പ്രസാദ്, കൃഷി അസിസ്റ്റന്റുമാരായ S വിദ്യ, K വിനിത, ആത്മ ഫീൽഡ് സ്റ്റാഫുകളായ അസ്ലാം, സ്മിത, K ശ്രീജിത്ത്, M പങ്കജം എന്നിവരും കൂടെയുണ്ട്. കൃഷിക്കാരെ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് കൃഷിഭവൻ്റെയും പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാ സഹായ സന്നദ്ധകളും ഏറ്റുവാങ്ങിയിട്ടാണ് ഞങ്ങൾ നെൽകൃഷി നടത്തിക്കൊണ്ടു പോകുന്നത്. എല്ലാവരും ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സർക്കാരിൻ്റെ മറ്റ് ഇതര ഏജൻസികളും ഞങ്ങൾക്ക് നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നൂതനമായിട്ടുള്ള കൃഷിരീതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ രാസവളങ്ങളും കീടനാശിനികളും ഒഴിവാക്കിയിട്ട് ജൈവ രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് പോകുന്നത്. 90%. പഞ്ചഗവ്യം, കീടവികർഷ, അമൃതപാനി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഫിഷ് അമിനോ ആസിഡ് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാടശേഖരത്തിൻ്റെ GAP റൈസ്, GAP അവിൽ അങ്ങനെ 2 ഇറക്കുന്നുണ്ട്. ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ അവിലും അരിയും മട്ടരിയും ഇറക്കുന്നുണ്ട്, തവിട് കളയാതെ. അതെല്ലാം ഇറക്കി ഞങ്ങൾ വിപണിയിൽ ഇറക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.